ഡൽഹിയിലെ രാഷ്ട്രീയ ഇടനാഴികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏറ്റവും വലിയ സംഭവവികാസങ്ങളിൽ ഒന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതും അദ്ദേഹത്തിന് പകരമായി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തതും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം രാജ്യവ്യാപക പ്രതിഷേധമായി മാറുകയും വിദ്യാർത്ഥികളുടെ ശക്തമായ സമരത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ അപ്രതീക്ഷിതമായ ഒരു മന്ത്രിസഭാ മാറ്റം. ഉപഭോക്തൃകാര്യ മന്ത്രിയായിരുന്ന പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല കൂടി നൽകിയത് വെറുമൊരു വകുപ്പ് മാറ്റമല്ല. രാജ്യത്തെ ഏറ്റവും വലിയ വിശ്വാസ പ്രതിസന്ധിയിലായ വിദ്യാഭ്യാസ സംവിധാനത്തെ പുനർനിർമ്മിക്കാനുള്ള ദൗത്യമാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഔദ്യോഗികമായി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത പ്രഹ്ലാദ് ജോഷി ഈ ഉത്തരവാദിത്തം വിനയത്തോടെയും കടമബോധത്തോടെയും ഏറ്റെടുക്കുന്നുവെന്നാണ് പ്രതികരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള നന്ദിയും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമീപകാലത്ത് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നീറ്റ് പരീക്ഷാ ചോർച്ചാ വിവാദം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധങ്ങളും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉയർന്ന ശക്തമായ പ്രക്ഷോഭങ്ങളും സർക്കാരിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നതോടെ വിദ്യാർത്ഥി പ്രക്ഷോഭം രാഷ്ട്രീയ വിജയം നേടി. തന്റെ രാജി വ്യക്തിപരമായ അന്തസ്സിന്റെ പ്രശ്നമല്ലെന്നും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവവികാസങ്ങൾ കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്കത്തിൽ വ്യക്തമായി പറയുന്നത്. ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തലപ്പത്തെത്തുന്ന പ്രഹ്ലാദ് ജോഷിയുടെ മുന്നിൽ 3 നിർണായകമായ വെല്ലുവിളികളാണ് കാത്തിരിക്കുന്നത്. ഈ 3 വെല്ലുവിളികൾ വിജയകരമായി കൈകാര്യം ചെയ്താൽ മാത്രമേ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിന് നഷ്ടപ്പെട്ട ആ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ പ്രഹ്ലാദ് ജോഷിക്കും കേന്ദ്ര സർക്കാരിനും കഴിയുകയുള്ളൂ. ഇന്ന് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ദേശീയ മത്സര പരീക്ഷകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്നതാണ്. വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്ത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഭാവി നീതിപൂർവകമായ പരീക്ഷാ സംവിധാനത്തിലേക്കാണെന്ന വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു ചോദ്യപേപ്പർ ചോർച്ചയോ ക്രമക്കേടോ മാത്രം സംഭവിച്ചിട്ടില്ല. ദേശീയ പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിശ്വാസം പുനഃസ്ഥാപിക്കുകയാണ് പ്രഹ്ലാദ് ജോഷിയുടെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ ഒരു ഉത്തരവാദിത്തം. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ അത് പരിഹരിക്കുകയും പരീക്ഷാ നടത്തിപ്പിൽ സുതാര്യത ഉറപ്പാക്കുകയും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് രാജ്യത്തെ വിശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പ്രാഥമിക ദൗത്യമായിരിക്കും. നീറ്റ് വിവാദത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട സ്ഥാപനമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA. രാജ്യത്തെ പ്രധാന മത്സര പരീക്ഷകൾ നടത്തുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് ഇപ്പോൾ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. സുരക്ഷാ വീഴ്ചകൾ, ഭരണപരമായ പിഴവുകൾ, പരീക്ഷാ നടത്തിപ്പിലെ പോരായ്മകൾ എന്നിവയെല്ലാം പരിശോധിച്ച് സമഗ്രമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം പുതിയ വിദ്യാഭ്യാസ മന്ത്രിക്കാണ്. നീറ്റ് വിവാദം പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നടപ്പാക്കലും പ്രഹ്ലാദ് ജോഷിക്ക് ഒരുപോലെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പിലായിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളും വ്യത്യസ്ത സമീപനങ്ങളാണ് സ്വീകരിച്ചു വരുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഏകോപനം ഉറപ്പാക്കി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പുതിയ മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊന്നാണ് പ്രഹ്ലാദ് ജോഷി മന്ത്രാലയത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ വിശ്വാസ്യതയെ തന്നെ പുതിയൊരു അടിത്തറ പാകാനും ആ ഒരു വിശ്വാസ്യതയെ സ്വാധീനിക്കാനും അതീവ ശക്തമായി നിൽക്കുന്നതായിരിക്കും.